ക്ലാസ്സിൽ കേരള പാഠാവലിയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ കാലാതീതം കാവ്യവിസ്മയം. ഈ യൂണിറ്റിലെ നമ്മൾ ഒരു പാഠം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അടുത്തതിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഈ പാഠത്തിന്റെ പേര് ഋതുയോഗം എന്നാണ്. ഇത് വളരെ പ്രസിദ്ധമായ അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തിൽ നിന്നും എടുത്തതാണ്. അഭിജ്ഞാന ശാകുന്തളം കാളിദാസൻ എന്ന വിശ്വമഹാകവിയുടേതാണ്. കാളിദാസൻ കേൾക്കുമ്പോൾ, കാളിദാസൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേയധികം പറയേണ്ടത്. കാരണം സാഹിത്യകാരന്മാരുടെ, എഴുത്തുകാരന്മാരുടെ, അതായത് കവികളുടെ കവിത്വം പൂർണ്ണമാകുന്നത് നാടകത്തിലാണ് എന്ന് പറയാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പഴയ ചൊല്ലുള്ളത്, നാടകാന്തം കവിത്വം എന്ന്. നാടകാന്തം കവിത്വം. ഇപ്പൊ ലോകത്തെ മനുഷ്യർ വ്യത്യസ്തങ്ങളായ ആസ്വാദന ശേഷിയുള്ളവരാണ്, ആസ്വാദന രീതിയുള്ളവരാണ്. ഓരോരുത്തർക്കും ഇന്നത് ആണ് ആസ്വദിക്കാൻ ഉള്ള കഴിവുള്ളത്. അത് ഭിന്ന രുചിയാണ് ലോകം എന്നാണ്. ഈ ഭിന്ന രുചിയായ ലോകത്തെ ആസ്വദിപ്പിക്കാൻ എക്കാലവും പോരുന്നത് നാടകത്തിനാണെന്നാണ് പറയുന്നത്. മാത്രമല്ല, കാളിദാസനെ കുറിച്ച് പറയുമ്പോൾ, ശാകുന്തളത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റൊന്ന് പറയേണ്ടിയിരിക്കുന്നു. കാവ്യേഷു രമ്യം നാടകം തത്ര രമ്യം ശാകുന്തളം എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. കാവ്യേഷു രമ്യം നാടകം തത്ര രമ്യം ശാകുന്തളം. കാവ്യങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം നാടകമാണെന്നും ആ നാടകത്തിലെ ഏറ്റവും മനോഹരം, ഏറ്റവും ഭംഗിയുള്ള നാടകം, ഏറ്റവും നല്ല നാടകം ശാകുന്തളമാണെന്നും ആണ് കവിവാക്യം. അഭിജ്ഞാന ശാകുന്തളത്തെ കുറിച്ച് പറയുമ്പോൾ മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനം എന്ന കഥ ആണ് ഇതിവൃത്ത ആക്കിയിരിക്കുന്നത്. ആ കാവ്യഭാഗത്തെ ശാകുന്തളം എന്ന ആ ഭാഗത്തെ, ശകുന്തളോപാഖ്യാനം എന്ന ആ കഥാഭാഗത്തെ മൂലകൃതിയിൽ നിന്നും വ്യത്യസ്തങ്ങളായ രീതിയിൽ വ്യതിയാനങ്ങൾ വരുത്തിയാണ് കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളമാക്കി മാറ്റിയത്. അപ്പോൾ ഈ നാടകത്തെ സംബന്ധിച്ചിടത്തോളം, കാളിദാസനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഈ അതിനെക്കുറിച്ച്. കാരണം ഇത്രത്തോളം ജീവിതത്തോട് ആഭിമുഖ്യവും സംയോഗവും സമ്പർക്കവും പുലർത്തിയിട്ടുള്ള ഒരു നാടകമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചു, എന്താ മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനം എന്ന് പറയും. ശകുന്തളോപാഖ്യാനം കഥ അത് നാടകമാക്കിയപ്പോൾ ഇതിവൃത്ത സ്വീകരണത്തിലും അതുപോലെ തന്നെ കഥാപാത്ര സൃഷ്ടിയിലും രസാവിഷ്കാരത്തിലും കവി വരുത്തിയിട്ടുള്ള പ്രതിഭ അത്യന്തം മനോഹരമാണ്. അല്ലെങ്കിൽ എന്താ, അത് അഭിനന്ദനീയമാണ്. ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത്, അതുപോലെ ഇതിവൃത്തം അവതരിപ്പിക്കുന്നത്, അതിൽ അദ്ദേഹം വരുത്തിയിട്ടുള്ള പ്രതിഭയാണ് ഈ നാടകത്തിന് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. മൂലകൃതിയിൽ നിന്നും, മൂലകൃതി വളരെ രസകരമായ ഒരു കഥയാണ്. ഹസ്തിനപുരത്തിലെ രാജാവായ ദുഷ്യന്ത മഹാരാജാവ് തന്റെ മൃഗയാ വിനോദത്തിന് വേണ്ടി മാലിനി നദിയുടെ തീരത്തെത്തുമ്പോൾ അവിടെ വെച്ച് ശകുന്തള എന്ന് പറയുന്നൊരു ആശ്രമ കന്യകയെ പരിചയപ്പെടുന്നതും അവളെ അദ്ദേഹം സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒക്കെയായ സംഭവങ്ങളാണ്. അതിനെ കുറെ കൂടെ മനോഹരമായ രീതിയിൽ അതിലൊരു വ്യതിയാനം വരുത്തി, അതിനൊരു ഒരു ഒരു മോതിരത്തിന്റെ കഥ കൂടി അതിനകത്ത് അവതരിപ്പിച്ചിട്ടാണ് ഈ നാടകത്തിന് അല്പസ്വല്പം മാറ്റം വരുത്തി. ഈ അഭിജ്ഞാന ശാകുന്തളം എന്ന് കേൾക്കുമ്പോൾ കാളിദാസനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. വിശ്വമഹാകവിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം
തന്റെ നാടകങ്ങളിൽ വരുത്തിയിട്ടുള്ള, തന്റെ കൃതികളിൽ വരുത്തിയിട്ടുള്ള സവിശേഷതയാണ് അദ്ദേഹം എക്കാലത്തെ വിശ്വമഹാകവിയായി അദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ എക്കാലത്തും ഭാരതത്തിന്റെ എക്കാലത്തെയും കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ പറയുന്നത് അജ്ഞാന ശാകുന്തളമാണ്, മാളവികാഗ്നിമിത്രം, സ്വപ്നവാസവദത്തം എന്നീ 3 നാടകങ്ങൾ. രഘുവംശം, മേഘദൂത്, ഋതുസംഹാരം, കുമാരസംഭവം എന്നിങ്ങനെയുള്ള മറ്റു കൃതികൾ. കുമാരസംഭവം, രഘുവംശവും മഹാകാവ്യമാണ്. ഋതുസംഹാരം ഒരു ഖണ്ഡകാവ്യമാണ്. എന്നാൽ മേഘദൂത് എന്ന് പറയുന്ന മേഘസന്ദേശം അദ്ദേഹത്തിന്റെ പ്രതിഭ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നതാണ്. അതൊരു സന്ദേശ കാവ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായാണ് അങ്ങനെ ഒരു സംരംഭം ഉണ്ടാകുന്നത്. ഓർമ്മകേടുതൻ കൃത്യത്തിൽ വന്നതിന് ഓമലപ്പിരിഞ്ഞാടലേറും വിധം ശിക്ഷയോരാണ്ട് അധീശൻ വിധിക്കയാൽ യക്ഷനേകൻ മഹിമ പൊയ്പോയവൻ എന്ന് തുടങ്ങുന്ന അത് തന്റെ ജോലിയിൽ അല്പം പിശക് വന്നതിന്റെ അടിസ്ഥാനത്തിൽ രാജാവ് യക്ഷൻ എന്ന നായകനെ ശിക്ഷിക്കുക. നീ നിന്റെ പ്രിയതമയിൽ നിന്നും അകന്ന് 1 വർഷം അങ്ങ് അകലെ പോയി താമസിക്കണം. അങ്ങ് അകലെ താമസിക്കുന്ന അദ്ദേഹത്തിന് തന്റെ പ്രിയതമയെ കുറിച്ചുള്ള ഓർമ്മകൾ, ഉത്കടമായ ഓർമ്മകൾ ഇങ്ങനെ കിടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ആകാശത്തുകൂടി തിണ്ടുകുത്തി കളിക്കുന്ന കൊമ്പനാനയെ പോലെ മേഘങ്ങൾ ഇങ്ങനെ ഉണ്ടുകൂടി വരുന്ന കണ്ടപ്പോൾ തന്റെ പ്രിയതമയെ ഓർത്തുന്നു. ഉടൻ തന്നെ ഒരു പിടി പാലപ്പൂക്കളെടുത്ത് മേഘങ്ങൾ കർഷിച്ചിട്ട് തന്റെ പ്രിയതയ്ക്ക് സന്ദേശം നൽകുന്നു എന്നാണ് പറയുന്നത്. ആ സന്ദേശം മേഘങ്ങളോട് സന്ദേശം നൽകുക മാത്രമല്ല, ആ സന്ദേശം തന്റെ പ്രിയതമ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് എത്തിക്കാൻ വേണ്ടി വഴി കൂടി പറഞ്ഞു. അത് ഇന്ത്യയിൽ ഇതം പ്രഥമമായിരുന്നു അങ്ങനെ ഒരു സംഭവം, മേഘസന്ദേശം. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും സന്ദേശ കാവ്യങ്ങളുണ്ടായി. സന്ദേശകാവ്യ പ്രസ്ഥാനം, മലയാളത്തിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ട്. അതുപോലെയാണ് അഭിജ്ഞാന ശാകുന്തളം. ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഏറ്റവും കൂടുതൽ വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളതും സ്വതന്ത്ര കൃതിയായിട്ടുള്ളതുമായ ഒന്നാണ് അഭിജ്ഞാന ശാകുന്തളം. അഭിജ്ഞാന ശാകുന്തളം നാടകത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒരുപാട് കൃതികൾ ആധുനിക കാലത്തും പഴയ കാലത്തും ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിന് നിരവധി വിവർത്തനങ്ങളുണ്ടായി. മലയാളത്തിൽ വിവർത്തനം ഉണ്ടായി. മലയാളത്തിലുണ്ടായിട്ടുള്ള വിവർത്തനം മലയാള ശാകുന്തളം, കേരള ശാകുന്തളം, മണിപ്രവാള ശാകുന്തളം. മലയാള ശാകുന്തളം അതെഴുതിയത് AR തമ്പുരാൻ എന്ന AR രാജരാജവർമ്മ. AR രാജരാജവർമ്മയെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിന്റെ ഒരിക്കലും മറക്കാനാവാത്ത പണ്ഡിതനായ സാഹിത്യകാരൻ. അത് ഒരു വൈയാകരണനാണ്. വ്യാകരണ പണ്ഡിതനാണ്. മലയാളത്തിന് സ്വന്തമായ വ്യാകരണ ഗ്രന്ഥം ചമച്ച ആളാണ്. മലയാളത്തിന് സ്വന്തമായ വൃത്തശാസ്ത്രം ചമച്ച ആളാണ്. മലയാളത്തിന് സ്വന്തമായി അലങ്കാര ശാസ്ത്ര ഗ്രന്ഥം ചമച്ച ആളാണ്. മലയാളത്തിന്റെ ആ വ്യാകരണ ഗ്രന്ഥമാണ് കേരള പാണിനീയം. കേരള പാണിനീയം, കേരള രാജരാജവർമ്മ അറിയപ്പെടുന്നത് കേരള പാണിനി എന്നുകൂടിയാണ്. കേരള പാണിനി എന്നാണ് AR രാജരാജവർമ്മ, AR തമ്പുരാൻ അറിയപ്പെടുന്നത്. കേരള പാണിനി, കേരള പാണിനി, കേരള പാണിനീയം, പാണിനീയം. അതങ്ങനെ കേരള പാണിനി എന്ന് വിളിക്കാൻ കാരണം സംസ്കൃതത്തിലെ വ്യാകരണ ഗ്രന്ഥത്തിന്റെ, അടിസ്ഥാനപരമായ വ്യാകരണ ഗ്രന്ഥത്തിന്റെ പേര് പാണിനീയം എന്നാണ്. പാണിനി മഹർഷിയാണ് ഈ പാണിനീയം എന്ന ഗ്രന്ഥം ചമച്ചതെന്നാണ്. അപ്പോ സംസ്കൃതത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മലയാളത്തിൽ രചിച്ച വ്യാകരണ ഗ്രന്ഥത്തിന് അദ്ദേഹം നൽകിയ പേര് കേരള പാണിനീയം എന്നാണ്. അന്നത്തെ BA വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠിക്കാൻ തയ്യാറാക്കിയ നോട്ടായിരുന്നു എന്നാണ് പറയുന്നത്. അന്നത്തെ മലയാളം BA വിദ്യാർത്ഥി, മലയാളം പഠിക്കുന്ന മലയാളം BA വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ, വ്യാകരണത്തിന് വേണ്ടി തയ്യാറാക്കിയ നോട്ടായിരുന്നു അത്രേ എന്നാണ് പറയുന്നത്. അപ്പോ പാണിനീയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മലയാളത്തിന് സ്വന്തമായി തയ്യാറാക്കിയ വ്യാകരണ ഗ്രന്ഥത്തെ കേരള പാണിനീയം എന്ന് പേര് കൊടുത്തു. അപ്പോ പാണിനീയം രചിച്ചത് പാണിനിയാണെങ്കിൽ ഇപ്പോൾ കേരള പാണിനീയം രചിച്ച സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കേരള പാണിനി എന്ന്
സംബോധന ചെയ്യുകയുണ്ടായി. അതാണ് കേരള പാണിനി എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. കേരള പാണിനി എന്ന വ്യാകരണ ഗ്രന്ഥം. നിങ്ങൾ ഈ വ്യാകരണമായി പഠിക്കുന്ന സന്ധിയും തദ്ധിതവും പിന്നീട് നാമവും കൃതിയും കർത്താവും ഒക്കെ അതിനകത്താണുള്ളത്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമാണ്. എന്താണ് വ്യാകരണം എന്ന് പറഞ്ഞാൽ? ഭാഷയെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ശാസ്ത്രഗ്രന്ഥമാണ്. ഭാഷയെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ശാസ്ത്രീയമായി ഉപയോഗിക്കേണ്ടുന്ന രീതി, അങ്ങനെയുള്ള ശാസ്ത്രഗ്രന്ഥത്തെയാണ് വ്യാകരണം എന്ന് പറയുന്നത്. ശാസ്ത്രത്തെയാണ് വ്യാകരണം എന്ന് പറയുന്നത്. അപ്പോൾ മലയാളത്തിന് സ്വന്തമായ വ്യാകരണം രചിച്ച ആളാണ് വൃത്തമഞ്ജരി എന്ന് പറയുന്ന വൃത്തശാസ്ത്രം. വൃത്തത്തെ എന്താണ് വൃത്തം? കവിത എഴുതാനുള്ള ആ അക്ഷരക്രമങ്ങളെയാണ് വൃത്തം. പദ്യം വാക്കുന്ന തോതല്ലോ വൃത്തം എന്നിഹ ചൊല്ലുന്നത്. നിങ്ങൾ പദ്യം എഴുതുമ്പോൾ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടല്ലോ, ചോളെ കൊടുത്തിരിക്കുന്ന പദ്യത്തിന്റെ സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തുക. സമാന താളം. അപ്പൊ താളമുണ്ട്, പദ്യത്തിനൊരു താളമുണ്ട്. ആ താളം, അതിനാണ് വൃത്തം എന്ന് പറയുന്നത്. അപ്പൊ ആ വൃത്തത്തെ കുറിച്ചുള്ള അടിസ്ഥാന ശാസ്ത്ര ഗ്രന്ഥമായ വൃത്തമഞ്ജരി. പിന്നെ അതുപോലെ അലങ്കാരത്തിന് വേണ്ടിയുള്ള അലങ്കാര ശാസ്ത്ര ഗ്രന്ഥം ഭാഷാഭൂഷണം എന്ന് പറയുന്ന ഭാഷാഭൂഷണം എന്ന വ്യാകരണ ഗ്രന്ഥം. അങ്ങനെ നിരവധി അങ്ങനെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ. പിന്നെ വിവർത്തനങ്ങൾ. അഭിജ്ഞാന ശാകുന്തളമുള്ള വിവർത്തനം എന്ന സംസ്കൃത ഗ്രന്ഥത്തിന്റെ നാടകത്തിന്റെ വിവർത്തനം. ഇങ്ങനെ ഒട്ടനേകം സംഭാവനകൾ നൽകിയ മലയാളത്തിന്, അല്ലെങ്കിൽ മലയാള ഭാഷയ്ക്ക്, അല്ലെങ്കിൽ കേരളീയർക്ക് ഒരിക്കലും മറക്കാനാവാത്ത, മലയാള ഭാഷയോട് അത്രത്തോളം കെട്ടുപിണഞ്ഞു കിടക്കുന്ന, അത്രത്തോളം വൈകാരികതയുള്ള ഒരു പണ്ഡിതനായ സാഹിത്യകാരനാണ് എ.ആർ. തമ്പുരാൻ, അല്ലെങ്കിൽ എ.ആർ. തമ്പുരാൻ എന്നറിയപ്പെടുന്ന എ.ആർ. രാജരാജവർമ്മ. കേരള പാണിനി എന്ന് വിളിക്കപ്പെടുന്ന എ.ആർ. രാജരാജവർമ്മയുടെ വിവർത്തനമായ മലയാള ശാകുന്തളത്തിൽ നിന്നുള്ള ഏതാനും ഭാഗം, കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കേണ്ടത് ഋതുയോഗം എന്ന് പറയുന്നത്. അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹസ്തിനപുരിയിലെ രാജാവായ ദുഷ്യന്ത മഹാരാജാവ്. അദ്ദേഹം മാലിനി നദിയുടെ തീരത്ത്, മാലിനി നദിയിൽ കണ്ണാടി നോക്കുന്ന മാനെ, പുള്ളിമാനെ, സിനിമ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. ആ മാലിനി തീരത്ത് അദ്ദേഹം അന്ന് രാജാക്കന്മാരുടെ രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് മൃഗയാവിനോദം. മൃഗയാവിനോദം മീൻസ് നായാട്ട്. അങ്ങനെ നായാട്ടിനെത്തുമ്പോൾ തന്റെ ആൾക്കാരിൽ നിന്നും പിരിഞ്ഞ് ഒറ്റപ്പെട്ടു പോകും. അവിടെ വെച്ചാണ് മാലിനി നദിയുടെ തീരത്തുള്ള കണ്വാശ്രമത്തിൽ കണ്വ മഹർഷിയുടെ വളർത്തുമകളായ ശകുന്തളയെ കണ്ടുമുട്ടുന്നത്. ശകുന്തള എന്ന് പറയുന്നത് വിശ്വാമിത്രന് മേനകയിൽ ജനിച്ച മകളാണ്. ആ ശകുന്തളയെ ശകുന്തങ്ങൾ വളർത്തിയതാണ്. ശകുന്തങ്ങൾ വളർത്തിയത് കൊണ്ടാണ് അവളെ ശകുന്തള എന്ന് പേരിട്ടതെന്നാണ് പറയുന്നത്. ശകുന്തള കണ്വ മഹർഷി തന്റെ ആശ്രമത്തിൽ വളർത്തുമകളാണ് കണ്ണന്റെ. കണ്ടുമുട്ടുന്നു. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അവർ അനുരാഗബദ്ധരാകുന്നു. അവരുടെ വിവാഹം ഗാന്ധർവ വിധി പ്രകാരം അവർ വിവാഹം കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ച് ഹസ്തിനപുരത്തേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് അദ്ദേഹം തന്റെ പ്രിയതമയ്ക്ക് തന്റെ മുദ്ര പതിപ്പിച്ച ഒരു മോതിരം അദ്ദേഹം അവരുടെ വിരലിൽ അണിഞ്ഞു. അങ്ങനെ കാലം പോയി. ഈ സമയത്ത് കണ്വ മഹർഷി ആശ്രമത്തിലുണ്ടായിരുന്നില്ല. മകളുടെ ഭാവി ശുഭസൂചകമാകുന്നതിന് വേണ്ടിയുള്ള യാഗങ്ങളിൽ മറ്റും പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് തന്റെ മകൾ ദുഷ്യന്തനെ പ്രണയിക്കുന്നതും ഗാന്ധർവ വിധി പ്രകാരം അവർ വിവാഹിതരാകുക. ശകുന്തളെ അവരുടെ വിരലിൽ മോതിരം അണിയിച്ചുകൊണ്ട് അദ്ദേഹം പോകുന്നു. ഈ സമയത്ത് ശകുന്തള ഗർഭിണിയായിരുന്നു. ദുഷ്യന്തൻ പോയപ്പോൾ ശകുന്തള ദുഷ്യന്തനെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ മനോരാജ്യത്തിൽ ഇരിക്കുകയായിരുന്നു. കൊട്ടാരത്തിൽ, തന്റെ ആശ്രമത്തിൽ മനോരാജ്യത്തിൽ അടുത്ത് എനിക്ക് തന്റെ തോഴിമാരുണ്ട്. അനസൂയയും പ്രിയംവദ. എത്ര നല്ല പേരുകളാണ്. അനസൂയ, അസൂയയില്ലാത്തവളാണ്. അനസൂയ. പ്രിയംവദ, പ്രിയമുള്ള വാക്കുകൾ മാത്രം വധിക്കുന്നവളാണ്, പറയുന്നവളാണ്. അനസൂയയും പ്രിയംവദയും.
അവളുടെ പ്രിയപ്പെട്ട തോഴിമാരാണ്. അപ്പോ രാജാവിനെ കുറിച്ചോർത്ത് മാത്രം, തന്റെ പ്രിയതമനെ കുറിച്ചോർത്ത് മാത്രം ഇങ്ങനെ ഏകാന്തമായ മനസ്സിലങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോഴേക്കാണ് അവിടെ ക്ഷിപ്രകോപിയായ, ക്ഷിപ്രപ്രസാദിയും കൂടിയായ ദുർവാസാവ് മഹർഷി അവിടെ എത്തിച്ചേർന്നത്. ദുർവാസാവ് മഹർഷി എന്നാൽ അന്നൊക്കെ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊട്ടാരത്തിലായാലും ശരി, ആശ്രമത്തിലായാലും ശരി, അദ്ദേഹത്തെ എല്ലായിടത്തും അദ്ദേഹം സർവ്വസമ്മതനാണ്. കൊട്ടാരത്തിൽ എപ്പോഴും കയറി ചെല്ലാവുന്ന ആളാണ്. ഏതാശ്രമത്തിലും ഏതവസരത്തിലും അദ്ദേഹത്തിന് കയറി ചെല്ലാവുന്ന ആളാണ്. അപ്പൊ വന്നാൽ അദ്ദേഹത്തെ ആശ്രമവാസികൾ അല്ലെങ്കിൽ ആശ്രമത്തിലെ അന്തേവാസികൾ, കൊട്ടാരത്തിലെ അന്തേവാസികൾ യഥോചിതം സത്കരിച്ച് സ്വീകരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അദ്ദേഹം കുപിതനാണ്. കുപിതനായി കഴിഞ്ഞാൽ അദ്ദേഹം ശപിക്കും, ശാപം ശക്തമാവുകയും ചെയ്യും. ഇവിടെ ദുർവാസാവ് എത്തിയപ്പോൾ ദുർവാസാവ് വന്ന വിവരം ഈ പാവം പെൺകുട്ടി അറിഞ്ഞില്ല. അവൾ ദുഷ്യന്തനെ കുറിച്ച് ഓർത്തിരിക്കുക. പെട്ടെന്ന് മഹർഷി കുപിതനായി. ക്ഷുപ്രകോപിയൊന്നല്ലോ, നീ ആരെയാണ് ഓർത്തിരിക്കുന്നത്? മാനിക്കേണ്ട മുനി ഇവിടെ വന്നതും കാണുന്നതില്ലാതെ, എല്ലാവരും മാനിക്കേണ്ടുന്ന മുനിയായ ഞാൻ ഇവിടെ വന്നത് കാണാതെ നീ ആരെയാണോ ധ്യാനിച്ചിരിക്കുന്നത്, അവൻ നിന്നെ മറക്കട്ടെ എന്ന് ശ്രമിച്ചു. ഇതുപോലും പാവം ശകുന്തള അറിയുന്നില്ല. പക്ഷെ തന്റെ തോഴിമാരവൻ, ആ തോഴിമാർ അദ്ദേഹത്തിന്റെ കൽക്കൽ വീണ് മഹർഷേ, പാവമാണ് അവൾ, സാധുവാണ്, അവളെ ഇങ്ങനെ ശപിക്കരുതേ, അവൾക്ക് ശാപമോക്ഷം കൊടുക്കണമേ എന്ന്. ശരി, അങ്ങനെ ആകട്ടെ. ശാപമുണ്ടെങ്കിൽ ശാപമോക്ഷവും ഉണ്ടാകാം. ശാപമോക്ഷം കിട്ടും. അദ്ദേഹത്തിന്റെ ഓർമ്മ എന്തെങ്കിലും അടയാളമായിട്ട് അദ്ദേഹത്തെ നീ കാട്ടുകയാണെങ്കിൽ വീണ്ടും അദ്ദേഹം നിന്നെ ഓർമ്മിക്കും എന്ന ശാപമോക്ഷം കിട്ടും. അപ്പോ തോഴിമാർക്ക് ആശ്വാസം. കാരണം ഓർമ്മിക്കാൻ വേണ്ടി രാജാവ് തന്റെ പേര് കൊത്തിയ ഒരു മുദ്രമോതിരം അവളുടെ വിരലിൽ അണിയിച്ചിട്ടുണ്ട്. ആശ്വാസത്തിന് വകയായി. നാടകത്തിൽ അങ്ങനെയാണ് പറയുന്നത്, ആശ്വാസത്തിന് വകയായി എന്നാണ് നാടകത്തിൽ അതിൽ പറയുന്നത്. സംഭവം കഴിഞ്ഞു. മഹർഷി, ഈ നമ്മുടെ കണ്ണു മഹർഷി എത്തിച്ചേർന്നു. വിവരങ്ങളെല്ലാം അറിഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷമുണ്ടായി. ദുർവാസാവിന്റെ ശാപമല്ല, മറിച്ച് തന്റെ മകൾ ആഗ്രഹിക്കത്തക്ക അർഹതപ്പെട്ട ഒരിടത്ത് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ രണ്ട് യുവ താപസന്മാരെ, ശാർഗധരൻ, ശാരദ്വതൻ എന്നീ രണ്ട് താപസന്മാരെ കൂട്ടി അവളെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞേക്കാം. കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ആ ഒരു വല്ലാത്ത സീനൊക്കെയാണ്. കാരണം അവിടെയാണ് കാളിദാസന്റെ പ്രതിഭ അത്യുജ്വലമായി ശോഭിക്കുന്നത്. ശകുന്തളത്തിൽ ഏറ്റവും മനോഹരമായ അംഗം ഏതെന്ന് വെച്ചാൽ 4-ാം അംഗമാണ്. ഈ 4-ാം അംഗത്തിലാണ് ഈ കർണമഹർഷിയുടെ ശകുന്തള വേർപിരിയൽ എന്ന് പറയുന്നത്. അപ്പൊ ശകുന്തള വേർപിരിയുമ്പോൾ സർവ്വചരാചരങ്ങളും ദുഃഖിക്കുന്നു. വൃക്ഷങ്ങൾ ഇല കൊഴിക്കുകയാണ്. വൃക്ഷങ്ങളുടെ ഇലകൾ കൊഴിക്കുന്നത് കണ്ടിട്ട് ശകുന്തള പോകുന്ന ദുഃഖം സഹിക്കാൻ അവിടെ കണ്ണീർ ഒഴിക്കുകയാണോ എന്നാണ് കവി പറയുന്നത്. അങ്ങനെ ഈ നാടകം എന്ന് പറയുന്നത് പ്രകൃതിയും മനുഷ്യനും സർവ്വചരാചരങ്ങളും പരസ്പരം ഇങ്ങനെ ഏകോദര സോദരങ്ങളെ പോലെ നിലകൊള്ളുന്നതാണ് ഈ നാടകം. അങ്ങനെ കൂടിയുണ്ട് ഈ നാടകത്തിന്റെ സവിശേഷം. അങ്ങനെ കൊട്ടാരത്തിൽ എത്തുമ്പോൾ കൈകാലുകൾ കഴുകുന്നതിന് വേണ്ടി ഒരു അരുവിയുടെ തീരത്തെത്തുമ്പോൾ അവൾ അറിയാതെ അവളുടെ വിരലില് മോതിരം ഊരിപ്പോകും. അവൾ അറിയുന്നില്ല സംഭവം. കൊട്ടാരത്തിൽ എത്തിയപ്പോഴോ രാജാവ് അവളെ ഓർക്കുന്നില്ല. ഇങ്ങനെ ഒരു പെൺകുട്ടി എത്തേണ്ടതായിട്ട് പോലും ഓർക്കുന്നില്ല. അതാ ശാപമാണ്. മാനിക്കേണ്ട മുനിയുടെ വന്നതും കാണുന്നതില്ലേ, അങ്ങനെയുള്ളത് അവൻ നിന്നെ മറക്കട്ടെ എന്നുള്ള ശാപമാണ്. ഇനി ശാപ നിവൃത്തിയുണ്ടല്ലോ. ശാപ നിവൃത്തി എന്താ? മോതിരം കാണിക്കൽ. പക്ഷേ മോതിരം വരുന്നില്ല. അങ്ങനെ ഓർക്കാതെ അവൾ അപമാനിതയാതെ ഈ സമയത്ത് തന്റെ തന്റെ മാതാവ് എത്തിച്ചേർന്നു. അവളെയും കൂട്ടിക്കൊണ്ടു. കാലങ്ങൾ കഴിഞ്ഞു. പിന്നീട് ഏതോ ഒരു സന്ദർഭത്തിൽ ദുഷ്യന്തന് ഈ മോതിരം കാണാനിടയായി. മോതിരം കണ്ടപ്പോൾ അദ്ദേഹം പഴയതെല്ലാം ഓർക്കുന്നു. സൗന്ദര്യയെ കുറിച്ച് ഓർത്ത് ദുഃഖിതനായിരിക്കാം. ആ സന്ദർഭത്തിലാണ് ഒരിക്കൽ ഒരു ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി ദുഷ്യന്തൻ അന്നിങ്ങനെയാണ്. ദേവാസുര യുദ്ധം നടക്കുമ്പോൾ ഭൂമിയിലെ രാജാക്കന്മാർ പലരും ദേവന്മാരെ സഹായിക്കാറുണ്ട്. അങ്ങനെ ദേവന്മാരെ സഹായിച്ചിട്ട് യുദ്ധത്തിൽ വിജയിച്ച് ദേവേന്ദ്രന്റെ തേരാളിയായ മാതലിയോടൊത്ത് തിരികെ വരുന്ന സന്ദർഭത്തിൽ കാശ്യപ ആശ്രമത്തിൽ അദ്ദേഹത്തിന് കയറിയിരുന്നു. അവിടെ വെച്ച് ഒരു കൊച്ചാൺകുട്ടിയെ കണ്ടു. നല്ല മിടുക്കനായ തേജസ്സുറ്റ ഒരു ആൺകുട്ടി. നോക്കുമ്പോൾ അവൻ ഒരു സിംഹക്കുട്ടിയുടെ വായു തുറന്ന് അതിലെ പല്ലെണ്ണി നോക്കുന്നു. എന്തോ
ആ കുട്ടിയോട് ഇദ്ദേഹത്തെ വല്ലാത്തൊരു ഒരു അടുപ്പം തോന്നി. ഇത് പുത്രനിർവിശേഷമായ ഒരു സ്നേഹം തോന്നി. യഥാർത്ഥത്തിൽ അത് ശകുന്തളയുടെ അല്ലെങ്കിൽ കൺവന്റെ ദുഷ്യന്തന്റെ മകനായിരുന്നു. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേനക കൂട്ടിക്കൊണ്ടുപോകുന്നു, കാശ്യപാശ്രമത്തിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് അവൾ പ്രസവിക്കുന്നു. ഒരു മിടുക്കനായ ആൺകുട്ടിക്ക് ജന്മം നൽകുന്നു. ആ കുട്ടിക്ക് സർവ്വദമനൻ, എല്ലാത്തിനും നമിക്കാൻ കഴിയും, എല്ലാത്തിനും അടക്കാൻ കഴിയുന്നതിന്റെ നാശത്തിൽ സർവ്വദമനൻ എന്ന പേരുണ്ട്. ആ സർവ്വദമൻ എന്ന ദുഷ്യന്ത പുത്രനെ അവിടെ വെച്ച് കാണുകയും ഒടുവിൽ ദുഷ്യന്ത ശകുന്തള സമാഗമം ഉണ്ടാവുകയും. ആ സമാഗമം, ആ ഭാഗമാണ് ഋതുയോഗം എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം. അഭിജ്ഞാന ശാകുന്തളം, ഞാൻ പറഞ്ഞ അഭിജ്ഞാന ശാകുന്തളത്തിലെ 4ാം അംഗമാണ്. ശാകുന്തളത്തിലെ ഏറ്റവും മനോഹരമായ ദൃശ്യം, ഏറ്റവും മനോഹരമായ രംഗം, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഭാഗം എന്ന് പറയുന്നത് സർവചരാചരങ്ങളും ഒരു ക്യാൻവാസിൽ നിറഞ്ഞു പ്രകൃതി മനുഷ്യനും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് കാണിച്ചുകൊണ്ട് ക്യാൻവാസിൽ ഒരുപോലെ നിലനിൽക്കുന്ന ഭാഗമാണ് 4ാം അംഗം. അതിലെ 7ാം അംഗത്തിൽ നിന്നുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഹസ്തിനപുരിയിലെ രാജാവായ ദുഷ്യന്തൻ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്ത ശകുന്തളയെ ദുർവാസാവിന്റെ ശാപത്താണ് നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദുർവാസാവിന്റെ ശാപം. കണ്ണ ശിഷ്യരോടൊപ്പം രാജധാനിയിലെ കണ്ണൻ തന്റെ ശിഷ്യന്മാരായ ശരണധരൻ, ശരദ്ദൻ എന്നീ 2 ശിഷ്യന്മാരോടൊപ്പം ഗർഭിണിയായ ശകുന്തള അപമാനിതയായി, ബദലോ തിരിച്ചറിയാൻ കഴിയാതെ മറന്നുപോയ അവളെ അപമാനിക്കുന്നു. ത്യജിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട, അതാണ് പരിത്യക്ത. ഉപേക്ഷിക്കപ്പെട്ട, പരിത്യക്തയായ അവൾ മാതാവായ മേനകയോടൊപ്പം കാശ്യപാശ്രമത്തിലേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷം ദേവാസുര യുദ്ധം കഴിഞ്ഞ് മടങ്ങും വഴി ദുഷ്യന്തൻ കാശ്യപാശ്രമത്തിലെത്തുന്നു. അവിടെ വെച്ചാണ് തന്റെ മകനെയും തന്റെ പ്രിയപ്പെട്ട തന്റെ ഭാര്യയെയും തന്റെ പ്രീതനെയും കണ്ടുമുട്ടുന്നത്. ആ ഹൃദയംഗമമായ ആ സംയോഗം അവിടെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അതിമനോഹരമായ ഭാഗമാണ്. അപ്പോ അണിയറയിൽ നിന്ന് നാടകമാണല്ലോ. അപ്പൊ അണിയറ ഉണ്ടാവും. അണിയറ, ആ അണിയറയ്ക്കുള്ളിൽ നകത്തു നിന്നുള്ള ശബ്ദമാണ്. അരുതുണ്ണി, ചാവല്യം കാണിക്കരുത്, ജാതി സ്വഭാവം വന്നു. കുട്ടി ഏതോ ഒരു ചെറിയ കുട്ടിയെ ആരൊക്കെയോ പിന്തുടർന്ന് വഴക്ക് പറയുകയാണ്. കുട്ടി അരുത്, ചാവല്യം കാണിക്കല്ലേ, നിന്റെ ജാതി സ്വഭാവം അറിയാതെ വന്നു പോകുന്നുണ്ടല്ലോ. ഇതുണ്ട് രാജാവ് ഇടയ്ക്ക് വന്നല്ലേ, രാജാവ് ഇത് കേട്ടോണ്ടാണ് വരുന്നത്. രാജാവ് കേട്ടതായി ഇത് കേട്ടത് അകത്ത് നിന്ന് ആരോ പറയാം, ദൂരെ നിന്ന് ആരോ പറയുന്നത് രംഗത്ത് നിന്ന് രാജാവ് ഇങ്ങനെ കേട്ടതായി നടിച്ചത്. ഇവിടെ അഭിനയം വരുന്നതല്ല. പിന്നെ ആരെയാണ് നിരോധിക്കുന്നത്? ശബ്ദം അനുസരിച്ച് നോക്കിയിട്ട് ഇവിടെ ഒരു അഭിനയം കാണുന്നില്ല, വിനയമില്ലായ്മയല്ല. എങ്കിലും ഇത് ആരെയാണ് നിയന്ത്രിക്കുന്ന, ആരെയാണ് നിരോധിക്കുന്ന? ആരെയോ വിനയത്തോടു കൂടിയുള്ള ഒരു നിയന്ത്രണമാണല്ലോ. അതാരാണ്? അപ്പൊ ശബ്ദം കേട്ട ഭാഗത്തേക്ക്, ശബ്ദം കേട്ടതായി നടിച്ചിട്ട് ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഒരു ബാലനാണ്. ആരാണ് ഈ ബാലൻ? അപ്പൊ ഒരു കൊച്ചു കുട്ടിയെ കണ്ടത് ആരാണ്? പിന്തുടർന്ന താപസിമാരെ ഒട്ടും വകവയ്ക്കുന്നില്ല. ആരാണ് ഈ ബാലൻ? അവനെ പിന്തുടർന്ന താപസന്മാരെ അവൻ ഒട്ടും വകവയ്ക്കുന്നില്ലല്ലോ. അവനെ പിന്തുടർന്നുകൊണ്ട് ചില താപസിമാർ കടന്നു വരുന്നു. ആ താപസിമാരെ ലവലേശം വകവയ്ക്കാതെയാണല്ലോ ഈ ആൺകുട്ടി, മിടുക്കനായ ആൺകുട്ടി. ഇവൻ ആകട്ടെ മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിത ബലമൊടു വലിച്ചിടുന്നിതേ കളിയാടാനൊരു സിംഹബാലനെ. ഈ നാടകത്തിന്റെ സവിശേഷത ഇതിന്റെ ശ്ലോകങ്ങൾ നന്നായി മനസ്സിലാക്കി, അതിന്റെ ആശയം നന്നായിട്ട് മനസ്സിലാക്കി. ശ്ലോകങ്ങൾക്കാണ് പ്രാധാന്യം. ഈ ശ്ലോകങ്ങൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ട് മുൻപായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ പഠിച്ച കാലത്താണെങ്കിൽ ഈ ശ്ലോകം എടുത്തിട്ട് അതിന്റെ വൃത്തം നിർണ്ണയിക്കാൻ. ഞാൻ നേരത്തെ വൃത്തമഞ്ജരി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഒരു പാഠരീതികളൊന്നും ഇന്നില്ല. ഈ ശ്ലോകങ്ങളുടെ ആശയം മനസ്സിലാക്കി അതിൽ നിന്ന് ആയിരിക്കും ചോദ്യം വരുന്നത്. അതുകൊണ്ട് ആശയങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി. മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിത ബലമൊടു വലിച്ചിടുന്നിതേ കളിയാടാൻ ഒരു സിംഹബാലനെ. അതാ ഒരു 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 കുട്ടിയുണ്ടല്ലോ, ഒരു സിംഹബാലനെ, ഒരു സിംഹബാലൻ, ഒരു സിംഹക്കുട്ടി.
സിംഹക്കുട്ടി അവൻ എന്ത് ചെയ്യാണ്? മുല പാതി കുടിച്ചുകൊണ്ട് അമ്മയുടെ മുല കുടിച്ചുകൊണ്ട് അമ്മയുടെ പാല് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സിംഹബാലനെ, ഒരു സിംഹക്കുട്ടിയെ അവൻ എന്തോ ചെയ്യാണ്? അവൻ അമ്മയിൽ നിന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സിംഹക്കുട്ടിയെ ഗളരോമങ്ങൾ പിടിച്ചുലച്ചത് അവന്റെ ഗളരോമങ്ങൾ, ഗളത്തിലെ രോമങ്ങൾ, അവന്റെ കുഞ്ചിരോമങ്ങൾ. സിംഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണല്ലോ അവന്റെ കുഞ്ചിരോമങ്ങൾ. കഴുത്ത് ചുറ്റും നിറഞ്ഞു കാണപ്പെടുന്ന ആ സടാരോമങ്ങൾ എന്ന് പറയും. അതിനാണ് ഗളരോമങ്ങൾ. ആ ഗളരോമങ്ങൾ പിടിച്ചു ഉലച്ചുകൊണ്ട് ബലമോട് വലിച്ചിരുന്നതേ കളിയാടാൻ, തനിക്ക് കളിക്കാൻ വേണ്ടി. അങ്ങനെ അമ്മയുടെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിംഹക്കുട്ടിയെ അതിന്റെ കഴുത്തിലെ രോമങ്ങൾ പിടിച്ചു ഉലച്ചുകൊണ്ട് അവനെ ശക്തിയായി തന്നിലേക്ക് പിടിച്ചു വലിക്കുകയാണല്ലോ ഈ കുട്ടി. ഇവനാകട്ടെ എന്ത് ചെയ്യാണ്? ഈ കുട്ടിയാകട്ടെ അവന്റെ ആ ധൈര്യമാണ്, അതിനകത്ത് കാണുന്നത് ക്ഷത്രിയ വീര്യമാണ്. ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ രാജാവാകാൻ വേണ്ടി, ഭൂമിയെ ഭരിക്കാൻ വേണ്ടിയുള്ളവനാണ് ക്ഷത്രിയൻ. ക്ഷിതിയെ ത്രാണനം ചെയ്യുന്നവൻ ക്ഷത്രിയൻ. ത്രാണനം ചെയ്യുക, രക്ഷിക്കുക എന്നാണ്. ഭൂമിയെ രക്ഷിക്കേണ്ടുന്നവനാണ് ക്ഷത്രിയൻ. ക്ഷത്രിയൻ അവന് രാജ്യം ഭരിക്കേണ്ടുന്നവനാണ്. രാജ്യം ഭരിക്കേണ്ടവനാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് യുദ്ധ നിപുണനായിരിക്കണം. അവൻ ജന്മനാൽ തന്നെ ഒരു ധൈര്യശാലിയായിരിക്കണം. അവനൊരു വീര്യവാനായിരിക്കണം. ക്ഷത്രിയ ധർമ്മങ്ങളിലൊന്നാണ് വീര്യം എന്ന് പറയുന്നത്. ആ വീര്യ ഗുണം, ക്ഷത്രിയ ഗുണം ഈ ചെറുപ്രായത്തിൽ തന്നെ അവരിൽ തെളിഞ്ഞു കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ സിംഹക്കുട്ടിയെ പിടിച്ചു വലിക്കുന്നത്. അമ്മയുടെ വാല് പിടിച്ചുകൊണ്ടിരിക്കുന്ന സിംഹക്കുട്ടിയെ ചെന്ന് അവന്റെ ഗളരോമങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് അവനെ തന്നിലേക്ക് കളിക്കാൻ വേണ്ടി തന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന ഇവൻ അത്ര നിസ്സാരമൊന്നുമല്ല. ഇവന്റെ വീര്യമാണ്, അവന്റെ ക്ഷത്രിയ വീര്യമാണ്, അവന്റെ ധൈര്യമാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്. അതുകൊണ്ട് പ്രത്യേകം ആ രാജാവ് അവനെ ശ്രദ്ധിക്കുന്നു. മേൽപ്പറഞ്ഞ പ്രകാരം ബാലനും താപസിയും പ്രവേശിക്കാൻ. അപ്പോഴാണ് അവർ രംഗത്തേക്ക് വരുന്നത്. ഇതൊക്കെ രാജാവ് കണ്ടുകൊണ്ട് നിൽക്കുക മാത്രമായിരുന്നു. രംഗത്തേക്ക് അതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ രംഗത്ത് വേറെ ആളുകൾ എത്തി. ഇപ്പോൾ രംഗത്ത് രാജാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിലിതാ ആ ബാലനും, സിംഹക്കുട്ടിയെ പിടിച്ചു വലിച്ചുകൊണ്ട് നിൽക്കുന്ന ബാലനും അവനെ പിന്തുടരുന്ന താപസിമാരെത്തിച്ചത്. ബാലൻ, വായ് പൊളിക്കൂ സിംഹക്കുട്ടി, നിന്റെ പല്ല് ഞാൻ എണ്ണട്ടെ. തീർന്നില്ല, അവന്റെ വീര്യം തീർന്നില്ല. അവൻ പറയാണ്, ഏയ് സിംഹക്കുട്ടി, നിന്റെ വായൊന്ന് തുറക്കൂ, നിന്റെ പല്ലുകൾ ഞാനൊന്ന് എണ്ണി നോക്കട്ടെ. അപ്പോഴാണ് ഒന്നാം താമസം. 2 താപേരുണ്ട്. അതിൽ ഒന്നാം താമസം ചണ്ടിത്തരം കാണിക്കുക, കുരുത്തക്കേട് കാണിക്കുക, അധിക പ്രസംഗം കാണിക്കുക. എന്താ കാണിക്കുന്നത്? അധിക പ്രസംഗം കാണിക്കുക. ഞങ്ങൾ മക്കളെ പോലെ വളർത്തുന്ന മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു. നിന്റെ തുനിവ് കുറെ കൂടിപ്പോകുന്നു. സർവതമനൻ എന്ന മഹർഷിവൻ നിനക്ക് പേരിട്ടത് ശരി തന്നെ. കൊള്ളാം. അതേ ചണ്ടിത്തരം കാണിക്കല്ലേ, കുസൃതരം കാണിക്കട്ടെ. ഇവിടെ എല്ലാ ജീവജാലങ്ങളും ഏകോദര സഹോദരന്മാരെ പോലെ കഴിയാൻ. ഇവിടെ വളരെ സിംഹങ്ങളും മാനുകളും, സിംഹവും പണ്ട് ആശ്രമങ്ങളുടെ സവിശേഷതയായിരുന്നു. അവിടെ എല്ലാവരും ശത്രുത വിട്ടിട്ട് സിംഹവും മാനും അവർ തമ്മിൽ യോജിക്കുന്നതല്ല, മാൻകുട്ടിയും സിംഹവും. പക്ഷെ ഇവിടെ അത്തരം ബന്ധം, അത്തരം വൈകാരികതയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഏകോദര സഹോദരങ്ങളെ പോലെയാണ് അവിടെ കഴിയുന്നത്. അങ്ങനെയാണ് അതിനെ വളർത്തുന്നത്. ആശ്രമ മൃഗങ്ങളാണതല്ല. ആശ്രമത്തിലെ മൃഗങ്ങൾ അങ്ങനെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കണ്വാശ്രമത്തിൽ നിന്നും ശകുന്തള പിരിഞ്ഞു പോകാൻ നേരത്ത്, കൊട്ടാരത്തിലേക്ക് പോകാൻ നേരത്ത്, അത് അവളിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അവിടെ പുടവയിലെന്തോ കടിച്ചിരിക്കുന്ന, പുടവയിലെന്തോ ഉടക്കിയതായി തോന്നുന്നു. പുടവയിൽ നോക്കുമ്പോ അവൾ വളർത്തിക്കൊണ്ടുവന്ന ആ മാൻകിടാവ് ആ പുടവയിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. ദീർഘോപങ്ങൾ എന്നാണ് ആ മാൻകിടാവിന്റെ പേര്. അവൾ വളർത്തിയാണ്, വിടാതെ പിടികൂടിയിരിക്കുകയാണ് കേട്ടോ. പിടി തന്നെ. അപ്പൊ അങ്ങനെ ആശ്രമങ്ങളിൽ മൃഗങ്ങളെ വളരെ സ്നേഹത്തോടു കൂടിയാണ് വളർത്തുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ മക്കളെ പോലെ വളർത്തുന്ന മൃഗങ്ങളെ നീ ഉപദ്രവിക്കുന്നു. എന്റെ തുനിവ് കുറച്ച് കൂടിപ്പോകുന്നുണ്ട് കേട്ടോ. ഏതായാലും നിനക്ക് സർവ്വതമനൻ, എല്ലാത്തിനെയും അടക്കുന്നവൻ, എല്ലാത്തിനെയും അടക്കാൻ കഴിയുന്നവനാണ്. അങ്ങനെയുള്ള സർവ്വതമൻ എന്ന മഹർഷിമാർ നിനക്ക് പേരിട്ടത് ശരി തന്നെയൊക്കെ ശരിയാണ്. ഈ ആശ്രമത്തില് മൃഗങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി ഐക്യത്തോടു കൂടിയാണ് കഴിഞ്ഞു വരുന്നത്. അതിന് വിഘ്നം ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ നീ. നിന്റെ പേരൊക്കെ ശരി തന്നെയാണ് രാജാവ്. എന്നാൽ ഈ ബാലനെ കണ്ട് എനിക്ക് സ്വന്തം പുത്രനെ പോലെ സ്നേഹം തോന്നുന്നു. അല്ലല്ല, ഈ ബാലനെ കണ്ടപ്പോൾ എനിക്കെന്തോ പുത്രനിവിശേഷമായ ഒരു സ്നേഹം തോന്നില്ലോ. പുത്രനോട് എന്നതുപോലെ, സ്വന്തം മകനോട് എന്നതുപോലെ ഒരു സ്നേഹം എനിക്ക് ഇവനോട് ഞാൻ അറിയാതെ ഉണ്ടാവുന്നല്ലോ. ഒരുപക്ഷേ എന്റെ പുത്രനില്ലായ്മ കൊണ്ട് തന്നെ, എനിക്കൊരു മകനില്ലല്ലോ.
എനിക്ക് മകനില്ലാത്തത് കൊണ്ടായിരിക്കാം ഈ കുട്ടിയെ മകനോട് എന്നതുപോലെയുള്ള ഒരു സ്നേഹം എനിക്ക് ഞാൻ അറിയാതെ എന്റെ മനസ്സിൽ നിന്ന് ഉടലെടുത്തത്. എന്താണ് ഈ ബാലനെ കണ്ടിട്ട് എനിക്ക് സ്വന്തം പുത്രനെ പോലെ സ്നേഹം തോന്നുന്നത്? പുത്രനില്ലായ്മ കൊണ്ട് തന്നെ ആയിരിക്കാം. സർവ്വതവനാ രണ്ടാം ദിവസം സർവ്വതവനാ, നീ ഈ സിംഹക്കുട്ടിയെ വിട്ടില്ലെങ്കിൽ അതിന്റെ തള്ള നിന്റെ നേരെ ചാടി വീഴുമേ. സർവ്വതവനാ, അപ്പൊ നോക്ക് നിർദ്ദേശം കൊടുക്കണം. സർവ്വതവനാ, നീ ഈ സിംഹക്കുട്ടിയെ വിട്ടില്ലെങ്കിൽ അതിന്റെ തള്ള അത് നിന്റെ നേരെ ചാടി കയറുമേ. പിന്നെ ബാലം അബ്ബ പിന്നെ കളിയാക്കണം. വലിയ പേടി തന്നെ, ചുണ്ട് വിളത്തി കാണിച്ചു അബ്ബ കളിയാക്കിട്ടുണ്ട്. പിന്നെ വലിയ പേടി തന്നെ അല്ലേ. ഇത് കണ്ടിട്ട് രാജാവ് കൊള്ളാം. എരിയാൻ വിറകിന്നു കത്തിടും പൊരിയായുള്ളോര് ഹവ്യവാഹന് ശരിയായി നിലച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ. എരിയാൻ വിറകിന് കത്തിടും പൊരിയായുള്ള ഹവ്യവാഹന്. പൊരിയായുള്ള ഹവ്യവാഹൻ, ഹവ്യവാഹന്റെ പൊരി, തീപ്പൊരി. ഹവ്യവാഹൻ അഗ്നിയാണ്. തീപ്പൊരി എരിയാൻ വേണ്ടി വിറകിന് കാത്തിരിക്കുന്ന തീപ്പൊരി. തീപ്പൊരിക്ക് വിറയിട്ട് കൊടുത്താൽ അത് ആളിക്കത്തും. അങ്ങനെ ആളിക്കത്താൻ വേണ്ടി കാത്തിരിക്കുന്ന തീപ്പൊരി, തനിക്ക് സ്വയം ആളിക്കത്താൻ വേണ്ടി ആ കാത്തിരിക്കുന്ന തീപ്പൊരി ശരിയായി നിലച്ചിടുന്നു. അങ്ങനെ തന്നെ ഞാൻ നിലച്ചിടുന്നു. ഈ പെരിയോർക്കുള്ളത് ഇവനെ കണ്ടിട്ട് ഞാൻ അങ്ങനെ കാത്തുന്നു. കാരണം എന്താ? പെരിയോർക്കുള്ളത് ഏതോ പെരിയോരായ, ഏതോ ഒരു ഏതോ മഹാനായ മഹാത്മാവായ ആരുടെയോ ഒരു മകനാണ് ഈ ബാലൻ. ഈ കുട്ടിയുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഇവൻ ഏതോ മഹാത്മാവിന്റെ മകനാണ്. ഇവൻ ക്ഷത്രിയ ധർമ്മം ഇവനെ കാണുന്നു. ഇവനേതോ ക്ഷത്രിയന്റെ മകനാണ്. ഇവനേതോ പെരിയോരായ, വലിയ ആളായ, മഹാനായ, മഹാത്മാവായ ആരുടെയോ പുത്രനാണ് എന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ? എരിയാൽ വിറകിന് കാത്തിടും പൊരിയായുള്ള ഹവ്യവാഹന്. തീപ്പൊരി എപ്പോഴും എരിയാൻ കാത്തിടുന്നത് പോലെ, തീപ്പൊരി എരിയാൻ വേണ്ടി വിറകിന് കാത്തത് പോലെ എനിക്ക് കാണുന്നു. ഇവനെ കണ്ടപ്പോൾ ഇവൻ ഏതോ ഒരു വലിയ കുട്ടിയാണ്, പറഞ്ഞില്ലേ കുടുംബത്തിൽ ജനിച്ചെന്ന് പറയുന്നില്ലേ, അതുപോലെ ഇവൻ ഏതോ മഹാത്മാവിന്റെ മകനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴാണ് ഒന്നാം താമസം പറയാണ്, കുഞ്ഞേ ഈ സിംഹക്കുട്ടിയെ വിട്ടേക്കൂ, നിനക്ക് കളിക്കാൻ വേറെ ഞാൻ ഒന്ന് തരാം. തൽക്കാലം നീ കുഞ്ഞിക്ക് കളിക്കാൻ ഞാൻ വേറെ ഒരു കളിപ്പാട്ടം തരാം. കൈ മലർത്തി കളി, കൈ മലർത്തി കാണിക്കും. അപ്പൊ അത് കണ്ടിട്ട് രാജാവ് ആശ്ചര്യത്തോടെ നോക്കിയിട്ട് മലർത്തി പിടിച്ച കൈകളിലേക്ക് രാജാവ് ഇങ്ങനെ നോക്കിയിട്ട് അത്ഭുതത്തോട്, എന്ത് ഇവന്റെ കയ്യിൽ ചക്രവർത്തി ലക്ഷണവും കാണുന്നുണ്ടല്ലോ? അല്ലല്ല, ഇവന്റെ കൈകൾ കണ്ടിട്ട് ഇതിനകത്ത് ചക്രവർത്തിയുടെ ലക്ഷണമാണല്ലോ കാണുന്നത്. ക്ഷത്രിയ ലക്ഷണം, ചക്രവർത്തി ലക്ഷണം ആണല്ലോ ഇവരിൽ കാണുന്നത്. എന്തെന്നാ? കളിക്കോപ്പേൽക്കാനായി കുതുകമുടു നീട്ടിയിടനകരം വിളക്കിച്ചെത്തോണം വിരൽ നിലഞ്ഞിറങ്ങിത്തൊടുകയാൽ വിളങ്ങുന്നു രാഗം കൃശമെഴും ഉഷസ്സിൽ ദലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർ മലര് പോൽ. കളിക്കോപ്പേൽക്കാനായി, കളിക്കോപ്പേൽക്കുന്നതിന് വേണ്ടി, കളിപ്പാട്ടം വാങ്ങുന്നതിന് വേണ്ടി, കളിപ്പാട്ടം വാങ്ങുന്നതിന് വേണ്ടി കൗതുകത്തോട് നീട്ടിയ കൈകൾ കണ്ടിട്ട് ഒന്നാം തപസ്യമാരുടെ നേരത്ത് അവൻ കൈകൾ നീട്ടി, എവിടെ തരൂ എനിക്കുള്ള കളിപ്പാട്ടം. അങ്ങനെ കളിപ്പാട്ടം വാങ്ങുന്നതിന് വേണ്ടി നീട്ടിയ ആ കൈകൾ നമുക്ക് വിളക്കിച്ചേർത്തോണം വിരൽ നിറഞ്ഞെരുങ്ങി തുടങ്ങിയാൽ, ചേർത്ത് പിടിച്ചതുപോലെ വിരൽ നിരകൾ ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നത് കൊണ്ട് വിളങ്ങുന്നു, തിളങ്ങുന്നു. രാഗം വൃഷസിൽ തലകുലം തെളിഞ്ഞിട ഒന്നായി വിടരും ഒരു തണ്ടാ മലര് പോലെ. പ്രഭാതത്തിൽ നമുക്ക് നല്ലതുപോലെ പ്രഭാതത്തിൽ സൂര്യന്റെ ചുവന്ന കിരണങ്ങൾ, രാഗം ചുവപ്പാണ്, സൂര്യന്റെ ചുവപ്പ് കിരണങ്ങൾ ഇങ്ങനെ തട്ടി തിളങ്ങുന്ന അതിമനോഹരമായ തണ്ടാർ മലര് പോലെ, താമരപ്പൂ പോലെ തിളങ്ങുന്നു ആ കൈകൾ. വിരലുകൾ ഇങ്ങനെ വിരലുകളെ അടുപ്പിച്ച് വെച്ച് നീട്ടിപ്പിടിച്ചിരിക്കുന്ന ആ കരതലം കണ്ടപ്പോൾ പ്രഭാത സൂര്യന്റെ ചുവന്ന കിരണങ്ങളേറ്റ് തിളങ്ങുന്ന താമരപ്പൂ പോലെ കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ആ കൈകൾ കണ്ടിട്ട് ആ കൈകളിൽ ചക്രവർത്തിയുടെ ലക്ഷണവും കാണുന്നുണ്ട്. പിന്നെ രണ്ടാം തലത്തിൽ സുഹൃതേ, ഇവൻ വാക്കുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവനല്ല. അതുകൊണ്ട് നീ എന്റെ പർണശാലയിൽ ചെന്ന് മാർക്കണ്ഡേയന്റെ ചായം തേച്ച മൺമയിലിനെ എടുത്തുകൊണ്ട് ഇവൻ അങ്ങനെ വാക്കുകൊണ്ട് തൃപ്തിപ്പെടുന്നവനല്ല. അപ്പോൾ തരാം എന്ന് പറഞ്ഞ് അവനെ പറ്റിക്കാൻ പറ്റത്തില്ല. ഇവൻ വാക്കുകൊണ്ട് തൃപ്തിപ്പെടുന്നവനൊന്നും അല്ല.
ഇവനെ പറഞ്ഞു പറ്റിക്കാനാവില്ല. അതുകൊണ്ട് നീ എന്റെ പർണശാലയിൽ പോയി, ആശ്രമത്തിൽ പോയി, പർണശാല ആശ്രമത്തിൽ ചെന്ന് അവിടെ മാർക്കണ്ഡേയൻ മറ്റൊരു താമസകുമാരനാണ്, അവിടുത്തെ യുവതാമസനാണ്. ആ മാർക്കണ്ഡേയൻ ഉണ്ടാക്കുന്ന വെച്ചാൽ മൺമയിൽ, മണ്ണ് കൊണ്ടുണ്ടാക്കുക മയിലിന്റെ രൂപം, അതിനെ ചായം തേച്ച മൺമയിലിനെ എടുത്തോണ്ടൊരു കളിപ്പാട്ടം എടുത്തോണ്ടൊരു ശരി അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഒന്നാം താമസി പോവുക. പിന്നെ ബാലൻ അതുവരെ ഞാൻ ഇതിനെ കൊണ്ട് തന്നെ കളിക്കും, അതുവരെ ഞാൻ ഈ സിംഹക്കുട്ടിയെ കൊണ്ട് കളിക്കും എന്ന് താമസം കൊണ്ട് ചെയ്യും രാജാവ്. ഈ ദുസ്സാമർഥ്യക്കാരൻ കുട്ടിയോട് എനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നുന്നു. അല്ലല്ല, ഈ ദുസ്സാമർഥ്യക്കാരൻ ഈ കുട്ടിയോട് എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്തൊരു സ്നേഹം തോന്നുന്നല്ലോ. എന്താ കാര്യം? പല്ലിൻ മുട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ച് അല്പം തെളിച്ചും രസിച്ച് ഉല്ലാസത്തോട് ചൊല്ലിയും ചില വചസ് അവ്യക്തമുഗ്ധാക്ഷരം അംഗത്തിൽ കുതുകത്തോടേറിയ മരുമ്പാലന്റെ ഭൂമേനിമൽ തങ്കും പങ്കമണിഞ്ഞിടുന്നു സുഹൃതം ചെയ്തോരു ധന്യം ജനം. പല്ലിൻമുട്ടുകൾ ഹേതു എന്നിയെ ചിരിച്ച് അല്പം തെളിച്ചും, തന്റെ പല്ലുകൾ മുട്ടുപോലെയുള്ള പല്ലിൻമുട്ടുകൾ അല്പം വിടർന്ന ആ പല്ലുകൾ, മുട്ടുപോലെയുള്ള പല്ലുകളൊക്കെ കവികളൊക്കെ ഒരു കാലത്ത് പിന്നെ എപ്പോഴും വർണ്ണിച്ചിരിക്കുന്ന മുല്ലമുട്ടുകൾ പോലുള്ള പല്ലുകളെന്നാണ്. മുല്ലമുട്ടുകൾ പോലുള്ള. അപ്പോ വയലാർ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പല്ലിൻമുട്ടുകൾ ഹേതുവന്യെ ചിരിച്ച് അല്പം തെളിച്ചും രസിച്ചുല്ലാസത്തോട് ചൊല്ലിയും ചില വചസ് അവ്യക്തം അക്ഷരം. മുല്ലമുട്ടുകൾ പോലുള്ള പല്ലുകൾ. കവികൾ എപ്പോഴും എങ്ങനെയാണ്? മുല്ലമുട്ടുകൾ പോലുള്ള പിന്നെ വളരെ കുപ്പിവള ചിരിച്ചു, ചിരിയേട്ട കുപ്പിവള. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കുപ്പിവള പോലെ ചിരിക്കുന്നു. ഒരു തമിഴ് സിനിമാ പാട്ടിലുണ്ട്, ടെലിഫോൺ മണി പോലെ ചിരിപ്പതവള. ഒരു സിനിമാ പാട്ടിലാണ് ചിരിയെ, പെൺകുട്ടിയുടെ ചിരിയെ പറഞ്ഞ ടെലിഫോൺ മണി പോലെയാണ് ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ പോട്ടെ. പല്ലിൻ മുട്ടുപോലുള്ള പല്ലുകൾ ഇങ്ങനെ അല്പം ഹേതു ഒരു കാരണവും കൂടാതെ ചിരിച്ച് അല്പം തെളിച്ച് രസിച്ച് ഉല്ലാസത്തോടെ ചൊല്ലിയും ചില വചസ് അവ്യക്തം മുഗ്ധാക്ഷരം. അവ്യക്തവും മുഗ്ധം മനോഹരമാണ്. എന്നാൽ അവ്യക്തവും മുഗ്ധമായ വാക്കുകൾ ഇങ്ങനെ ഉല്ലാസത്തോട് പറഞ്ഞത് പിന്നെ മനോഹരമായി ചിരിച്ചുകൊണ്ട് ചില അവ്യക്തങ്ങളായ കൊഞ്ചി വർത്താനം പറഞ്ഞു. അവ്യക്തവും മുഗ്ധമായ വാക്കുകൾ കൊച്ചുകുട്ടികൾ പറയുന്ന അവ്യക്തവും മുഗ്ധവുമായ വാക്കുകൾ കൊഞ്ചിപ്പറയുക എന്നാണ്. കൊഞ്ചി പറഞ്ഞുകൊണ്ട് അംഗത്തിൽ കുതുകമോടെ അമരം ബാലന്റെ ഭൂമേനിമേൽ മടിയിൽ കയറിയിരിക്കുന്ന ബാലന്റെ ഭൂമേനിയിൽ തങ്ങുന്ന പങ്കം, ഭൂമേനിയിൽ തങ്ങുന്ന അഴുക്ക് സ്വന്തം അത് ദേഹത്ത് പറ്റുന്ന, അത് ശരത്ത് പറ്റുന്ന ആളുകൾ എത്ര ധന്യന്മാരാണ്. കൊച്ചുകുട്ടികളെ വാത്സല്യത്തോടെ കൊച്ചുകുട്ടികളെ ലാളിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്, ധന്യന്മാരാണ്, ഭാഗ്യമുള്ളവരാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കൊച്ചുകുട്ടികൾ ചിരിച്ചുകൊണ്ട് അവ്യക്തമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മടിയിൽ കയറിയിരിക്കുന്ന കുട്ടികളുടെ ആ ശരീരത്ത് തങ്ങിയിരിക്കുന്ന അഴുക്ക്, പിന്നീട് പങ്കം, ചെളി ദേഹത്ത് പറ്റുന്ന ആളുകൾ അവരെത്ര പരമഭാഗ്യവാന്മാരാണ്. ആകട്ടെ ഇവൻ എന്നെ കൂട്ടാക്കുന്നില്ല. ഇരുപുറവും തിരിഞ്ഞു നോക്കിയിട്ട് ആരാ അവിടെ ഋഷികുമാരന്മാരുള്ളത്? താമസിക്കട്ടെ, ഇവൻ എന്നെ കണക്കാക്കുന്നില്ല. ആരാ അവിടെ? ഋഷികുമാരന്മാരാണുള്ളത്. രാജാവ്. അപ്പോഴാണ് രാജാവിനെ ശ്രദ്ധിച്ച് കാണുന്നത്. ഭദ്ര, അല്ലയോ ഭഗവാനെ, ഇതാ ഒന്ന് ഇങ്ങോട്ട് വരണേ. ഇതാ ഇവൻ കളിയായിട്ട് സിംഹക്കുട്ടിയെ മുറുക്കി പിടിച്ച് വലിച്ചു ഉപദ്രവിക്കുന്നു. ഒന്ന് പിടിക്കണേ. അയ്യോ, ആരാ ഇവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ആരാ അവിടെ? ഋഷികുമാരന്മാരാരെങ്കിലും ഉണ്ടോ? ആരും ഇവനെ ഒന്ന് അനുസരിക്കും. അയ്യോ, ആരായിട്ടാണ് നിൽക്കുന്നത്? അല്ലയോ മഹാനുഭാവ, അങ്ങ് ഇങ്ങോട്ട് വരൂ. ഇവനെ ഒന്ന് നിയന്ത്രിക്കുകയാണ്, ഒന്ന് പറ്റുമോ? അങ്ങനെയാണ് ഞാൻ ചെയ്യാം. അടുത്തെന്ന് പുഞ്ചിരിയോടെ, എടോ മഹർഷി ബാലക, എടോ മഹർഷിപുത്ര, താപസകുമാര, തെറികാട്ടി ആശ്രമവിരുദ്ധ വൃത്തി നീ ചെറുപാമ്പ് ചന്ദനമരത്തിന് എന്ന പോൽ വെറുതെ വിശുദ്ധതര സത്വസംഗമാം പിറവിക്ക് ദോഷം ഉളവാക്കി വയ്ക്കലോ. എന്താണ് വികൃതി കാട്ടി? വികൃതി കാട്ടി ആശ്രമ പരിശുദ്ധിക്ക് വിഘ്നം നീ വരുത്തരുത്. അങ്ങനെ വരുന്നത് എങ്ങനെ? ചെറുപാമ്പ് ചന്ദനമരത്തിൽ എന്ന പോലെ, ചന്ദനമരത്തിലേക്ക് ചെറിയ പാമ്പ് ചുറ്റി പടരുന്നത് പോലെ ഈ ആശ്രമത്തിന്റെ പരിശുദ്ധിക്ക് നീ പിന്നീട് ആശ്രമത്തിന്റെ പരിശുദ്ധി നീ നഷ്ടപ്പെടുത്തരുതേ. വെറുതെ നിന്റെ പിറവിക്ക് ദോഷം ഉണ്ടാക്കരുതേ. അപ്പോഴാണ് പറഞ്ഞത് മഹർഷി. അപ്പൊ പെൺകുട്ടി പറയാണ്, താപസി പറയുന്നത്, ഭദ്ര
ഇവൻ മഹർഷി ബാലനല്ല. അത് ഇവന്റെ ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ അറിയാം. സ്ഥലഭേദം കൊണ്ട് ഞാൻ ശങ്കിച്ചു പോയതാണ്. പറഞ്ഞ പോലെ ബാലനെ വിലക്കിയിട്ട് അവന്റെ സ്പർശന സുഖം അനുഭവിച്ചിരിക്കാൻ നമുക്ക് എനിക്ക് തോന്നി ഇവന്റെ ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ അറിയാം. പിന്നെ സ്ഥലഭേദം കൊണ്ട് ഈ സ്ഥലം ഇതുകൊണ്ട് ഇവർക്ക് ആശ്രമമാണല്ലോ, അതുകൊണ്ട് ഞാൻ ശങ്കിച്ചു പോയതാണ്. ആട്ടെ, അവന്റെ സ്പർശന സുഖം കിട്ടിയപ്പോൾ, അവനെ സ്പർശിച്ചപ്പോൾ ഇയാൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുഭൂതി, ഒരു വിശേഷമായ ഒരു അനുഭൂതി ഈ മനുഷ്യനുണ്ടാകും. നമുക്ക് ഇവിടെ